ഏറെ നാളത്തെ കഷ്ടപ്പാടിനും ഏറെ നാളത്തെ കഠിനാധ്വാനത്തിനും ഒരു അന്ത്യം കുറിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ ചെങ്കോട്ട എന്നറിയപ്പെടുന്ന കടയ്ക്കൽ ഇന്ന് നമ്മൾ ഇന്ദ്രനീല പൊൻപതാക പാറിപ്പറപ്പിക്കാൻ അതിന്റെ ഒരു പ്രയാണം തുടങ്ങുകയാണ്. ഈ ഒരു അവസരത്തിൽ എത്രത്തോളം എതിർപ്പുകൾ നമ്മളിവിടെ കണ്ടതാണ്. നമ്മൾ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടിതോരണങ്ങൾ കെട്ടുകയും അതിനെ ആ സ്പോട്ടിൽ നശിപ്പിക്കുകയും ചെയ്ത വളരെ കിരാതമായ നടപടികൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതൊന്നും വകവയ്ക്കാതെ അധ്യാപകരുൾപ്പെടെ ഭീഷണിപ്പെടുത്തിയിട്ടും അതൊന്നും വകവയ്ക്കാതെ നമ്മുടെ ഈ യൂണിറ്റ് സമ്മേളനം വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങി വന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നമ്മൾ ഇന്നിവിടെ ഒരു ചരിത്രം, ഒരു പുതുചരിത്രം, ഒരു പുതുയുഗം രചിക്കുകയാണ്. തീർച്ചയായിട്ടും കേരള വിദ്യാർത്ഥി യൂണിയൻ വർഷങ്ങൾക്ക് ശേഷം കടയ്ക്കൽ ചിങ്ങേലി ഗവൺമെന്റ് HSൽ ഒരു യൂണിറ്റ് സമ്മേളനം നടത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് നമ്മളുടെ കടയ്ക്കലിലെ KSUകാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും നെടുന്തൂണായി നിൽക്കുന്ന, നമ്മളുടെ കൂടെ എന്താവശ്യത്തിനും നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ അൻസർ അഹമ്മദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. കടയ്ക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഒരു യൂണിറ്റ് ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്. വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി 1987 ഇതേ സ്കൂളിൽ നിന്നും KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി 9ാം ക്ലാസ്സിലെ ക്ലാസ് പ്രതിനിധിയായി KSUവിൽ നിന്ന് വിജയിച്ചുകൊണ്ട് പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന ഒരു എളിയ അറുതി വരുത്തിക്കൊണ്ട് അധ്യാപകരുടെയും മറ്റ് സംഘടനാ പ്രവർത്തകരുടെയും എല്ലാവിധ ഭീഷണികൾക്ക് മുന്നിലും തലകുനിക്കാതെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീപശിഖാങ്കിത നീലപതാക സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകുവാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നുവന്ന കടയ്ക്കൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകരെ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഈ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനിവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ യദുവിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൊല്ലം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അൻവർ സുൽഫീഖറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ലെവിൻ വേങ്ങൂറിനെ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനീസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ റിയാസ്, കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകർക്കും ഈ സ്കൂളിൽ നിന്നും KSUവിൻ്റെ ദീപശിഖാങ്കിത നീലപതാക വാലിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഈ യൂണിറ്റ് ഉദ്ഘാടനത്തിലൂടെ എത്തിച്ചേർന്ന മുഴുവൻ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ശ്രീമാൻ ആര്യനും മറ്റ് വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ഒരു യൂണിറ്റ് കൺവെൻഷന് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട യദുചേട്ടൻ, KSUവിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയെ 3 വർഷത്തോളം കൈവെള്ളയിൽ കൊണ്ടു നടന്ന, കൈവെള്ളയിൽ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച നമ്മുടെ പ്രിയപ്പെട്ട KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അൻവർ സുൽഫിക്കർ, KSUവിൻ്റെ ചടയമംഗലത്തെ എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രിയപ്പെട്ട ലിവിൻ വേങ്ങൂർ, എനിക്ക് മുന്നേ ഇവിടെ KSUവിൻ്റെ ചടയമംഗലം അസംബ്ലി പ്രസിഡന്റ് ആയിരുന്ന പ്രിയപ്പെട്ട അനീസ് ഉൾപ്പെടെ ഇവിടെ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വാഗത പ്രാസംഗികൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കാലത്തിന് ശേഷം നമ്മളിവിടെ ഒരു യൂണിറ്റ് സമ്മേളനവും യൂണിറ്റ് കമ്മിറ്റി രൂപീകരണവും നടത്തുകയാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാം, ഭയങ്കര പ്രതികൂല സാഹചര്യവും അതുപോലെ തന്നെ ഏറെ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഇത് മുടങ്ങിപ്പോകുമോ എന്ന് വരെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശകളും ചെയ്ത ഇവിടുത്തെ അധികാരി വർഗത്തിനെ നമ്മൾ ഒരു വരവ് കൂടി വന്നെന്ന് കാണുന്നുണ്ട് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ക്ലാസ്സുകളിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട യദുവിനെ ഇവിടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുവാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഈ കടക്കിലേക്ക് കടന്നു വന്നപ്പോൾ
12:30 തുടങ്ങുമെന്ന് പറയുന്ന യോഗം സ്കൂൾ വിട്ട് സ്കൂളിലേക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് കുട്ടികളെ കയറ്റിയതിനു ശേഷം പോലും ഈ വിദ്യാർത്ഥികളെ സ്കൂളിന് പുറത്തേക്ക് പറഞ്ഞു വിടാതെ ഈ യോഗം നടത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും മുടക്കിക്കൊണ്ട് സ്കൂളിന്റെ അധികാരികൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. പരിപൂർണമായി യോഗം അവസാനിക്കും അല്ലെങ്കിൽ യോഗം നടത്താൻ കഴിയുകയില്ല എന്നുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും മറ്റൊരു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കന്മാർ ഇവിടെ നിന്നും കടന്നു പോകുന്നത്. വളരെയേറെ അവരോട് നമുക്ക് പറയാനുള്ളത്, വളരെയേറെ ലജ്ജ തോന്നുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ ഈ നടത്തിപ്പോരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്ത് ചെയ്ത പ്രവൃത്തികൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങളതിൻ്റെയൊക്കെ പ്രവൃത്തിയുടെ ആകെ ഫലമാണ് ഇന്ന് രാജാവിനെ കാട്ടി വലിയ രാജഭക്തി നടത്താൻ നിൽക്കുന്ന ഈ സ്കൂളിന്റെ പ്രിൻസിപ്പളിനോടും ഞാൻ കൊന്നേ പറയാനുള്ളൂ, മറ്റൊന്നുമല്ല. രാജാവ് ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പും പയ്യന്നൂരും അമ്പലപ്പുഴയും അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ കോട്ടകൾ, ഈ പറയുന്ന കടയ്ക്കൽ ഉൾപ്പെടെയുള്ള ചടയമംഗലം നിയോജക മണ്ഡലത്തിന്റെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇടതുപക്ഷ വിശ്വാസികൾ ആർക്കൊപ്പമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നത് എന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളാരെയും ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വന്നവരല്ല, ഞങ്ങളാരുടെയും തലതല്ലി പൊളിക്കുവാൻ വേണ്ടി കടന്നു വന്നവരല്ല, ഞങ്ങൾ ഈ ക്യാമ്പസിനകത്ത് കലാലയത്തിനകത്ത് അക്രമം അഴിച്ചുവിടുവാൻ വേണ്ടി കടന്നു വന്നവരല്ല. ജനാധിപത്യത്തിന്റെ നിങ്ങളുടെ കൊടിയിൽ എഴുതിയിരിക്കുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഈ സ്കൂളിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഞങ്ങളുടേതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം പറയാം, നിങ്ങൾ കാർമേഘമായി നിന്നുകൊണ്ട് ഇവിടെ ഇരുട്ട് മൂടുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, മഴ പെയ്ത് തോരുന്ന കാലമേ നിനക്കൊള്ളൂ കാർമേഘമേ എന്ന് നീ ഓർക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു തുടക്കമാണ്. ഏകാധിപത്യത്തിന്റെ എല്ലാ കോട്ടകൊത്തളുകളും ഇന്ന് രാജ്യത്ത് നമ്മൾ കണ്ടതാണ്, തകർന്ന് വീടുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റ്ലറും മുസോളിനിയും കൈസറും ഇങ്ങിപ്പോ അവസാനം നരേന്ദ്രമോദിയും ധർമ്മേന്ദ്ര പ്രധാനും വരെ തോൽക്കുമ്പോ അതിന്റെ ഭാഗമായി നിങ്ങളും ഉണ്ടായിരുന്നുവെന്ന് വളരെ ആവേശത്തോടുകൂടി കേരളത്തിലെ വിദ്യാർത്ഥികളോട് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികളോട് ചെയ്യുന്നത്, ഈ നാട്ടിലെ ചെറുപ്പക്കാരോട് നിങ്ങളുടെ പ്രവൃത്തി എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളൊരു അവസാനമായും ആദ്യമായും അവസാനമായും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ നാട്ടിൽ സമാധാനം പുലരാനുള്ള, ഈ നാട്ടിൽ ജനാധിപത്യത്തിന്റെ കാറ്റും വെളിച്ചം കയറാനുള്ള പ്രവൃത്തിയുമായി മാത്രമേ നിങ്ങൾ പോകാൻ തയ്യാറാകാവൂ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അല്ലെങ്കിൽ അത് കടന്നു വരുന്ന പ്രവൃത്തിയുമായി ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് പ്രതിബന്ധമുണ്ടായാലും അതിനെ തച്ച് തകർത്ത് മുമ്പോട്ട് പോകുവാൻ KSUവിന് കരുത്തും പ്രാപ്തിയും ഈ ജില്ലയിലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി കടന്നു വന്ന, അതിന് എത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ള സംസ്ഥാന ജില്ലാ നേതാക്കന്മാരോടുണ്ട്. എനിക്ക് ഇവിടെ കടന്നു വന്ന വിദ്യാർത്ഥികളോട് ഒന്നേ പറയാനുള്ളൂ, ക്ലാസ്സിൽ കയറി അധ്യാപകർ വിരട്ടിയിട്ടും പ്രിൻസിപ്പൽ വിരട്ടിയിട്ടും ഇവിടുത്തെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ വിരട്ടിയിട്ടും സ്കൂളിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരവർഗം വിരട്ടിയിട്ടും നട്ടലുറപ്പോടുകൂടി ഇറങ്ങി വരാൻ 5 പേരെ മുമ്പോട്ട് വന്നിട്ടുള്ളതെങ്കിൽ ആ 5 പേരും നട്ടലുറപ്പുള്ളവരാണെന്ന് അഭിമാനത്തോടുകൂടി പറയാം. ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ടുകൊണ്ടോ, ഒരു സിനിമയുടെ ഗാനം കണ്ടുകൊണ്ടോ, ഒരു തിരക്കഥ കണ്ടുകൊണ്ടോ വന്നവരല്ല. ആദർശത്തിന്റെ പേരിൽ, നട്ടലുറപ്പുള്ളതിന്റെ പേരിൽ കടന്നു വന്ന വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് വേണ്ടി ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഈ പ്രസ്ഥാനം നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ KSUവിന്റെ ഒരു പ്രവർത്തനത്തിന് വർഷങ്ങൾക്ക് ശേഷം തുടക്കം കുറിക്കുകയാണ്. ഈ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ മറ്റ് സംഘടനകളുമായി അക്രമം അഴിച്ചിടാൻ വേണ്ടിയിട്ടല്ല, ജനാധിപത്യം പുലരാൻ, നമ്മുടെ നാടിന്റെ പൈതൃകം ഉയർത്തിക്കാട്ടുവാൻ വേണ്ടി ഏകാധിപത്യത്തിന്റെ കോട്ടകൾ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് ഈ ക്ലാസ്സിലും സ്കൂളുകളിലും ഇവിടെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി കടന്നു വന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുന്നു. അതിനോടൊപ്പം അവസാനമായി ഒരു വാക്കുകൂടി ഞങ്ങൾ പറഞ്ഞു വെക്കാൻ, കഴിഞ്ഞ 10 വർഷക്കാലം ഈ സ്കൂളിലുണ്ടായിരുന്ന, ഈ സംസ്ഥാനത്തുണ്ടായിരുന്ന അധികാരവർഗമല്ല, അധികാരമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ സ്കൂളിലെ അധ്യാപകരും പ്രിൻസിപ്പാളും അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിയിച്ചു തരാനുള്ള ശേഷി കോൺഗ്രസ് പാർട്ടിക്കും KSUവിനും ഉണ്ട് എന്ന് പ്രിൻസിപ്പാളിനോട് പറഞ്ഞു. ചെവിയിൽ നുള്ളിക്കോ എന്ന് ഇവിടുത്തെ അധ്യാപകരോടും പ്രിൻസിപ്പളിനോടും ചെവിയിൽ നുള്ളിക്കോ എന്ന് പറയാൻ ഞങ്ങൾക്ക് ആർജവമുണ്ട്. അത് ചെയ്തു കാണിച്ചിട്ടായിരിക്കും ഇനിയുള്ള കമ്മിറ്റി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഔപചാരികയുടെ പേരിൽ മാത്രം ഈ കേരളത്തിലെ, ഈ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ ഒരു വലിയ മാറ്റത്തിന്റെ പാതയിലാണ്. സംസ്ഥാനത്തെ നിരവധി യൂണിവേഴ്സിറ്റികൾ നമ്മൾ തിരിച്ചു പിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി കടന്നു വന്ന KSUവിനോടൊപ്പം ചേർന്ന് നിന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഔപചാരികയുടെ പേരിൽ മാത്രം ഈ യൂണിറ്റ് കൺവെൻഷൻ, യൂണിറ്റ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തേ പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, KSU. പല ക്യാമ്പസുകളും ഇന്നാരാ ഭരിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് KSU ആണ് എന്നുകൂടി ഇവിടെ നിൽക്കുന്ന SFIക്കാരൊന്ന് ഓർക്കണം.
കൊത്തളങ്ങളാക്കി വെച്ച ഫാത്തിമ മാതാ കോളേജ് അടക്കം, പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജ് അടക്കം, അങ്ങനെ പത്തനാപുരം സ്കൂൾ അടക്കം മുഴുവൻ ക്യാമ്പസുകളും ഇന്ന് KSUവിൻ്റെ കൈകളിലാണ്. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ ഇവിടുത്തെ പ്രിൻസിപ്പാൾ നജീബ് ചെവിയിൽ നുള്ളിക്കോ, വരും ദിവസങ്ങളിൽ കാസർഗോഡ് അടക്കമുള്ള സ്ഥലത്തേക്ക് ഇവിടുന്ന് പോകേണ്ടി വരുമെന്ന് KSU ജില്ലാ പ്രസിഡന്റ് രീതിയിൽ തന്നെ ഇവിടുത്തെ പ്രിൻസിപ്പളിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇവിടുത്തെ പ്രിൻസിപ്പളിനെ സ്ഥലം മാറ്റും എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. കൂടുതലായി ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ഒരു യൂണിറ്റ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത പ്രിയപ്പെട്ട KSUവിൻ്റെ അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അലി താഹയ്ക്കും ഈ സ്കൂളിലെ യൂണിറ്റ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ഭാരവാഹികൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നേതൃത്വം നൽകാൻ പോകുന്ന പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ യൂണിറ്റ് കമ്മിറ്റിയിൽ നാളെ മുതൽ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മുഴുവൻ KSUവിന്റെ ഭാരവാഹികളെയും ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ഉദ്ഘാടകനും ജില്ലാ പ്രസിഡന്റും പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തിലും അധികാരവർഗങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രസ്ഥാനമല്ല കേരള വിദ്യാർത്ഥി യൂണിയൻ എന്നുള്ളത് ഇന്ന് കടക്കലിന്റെ മണ്ണിൽ നമ്മൾ തെളിയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതേ ഊർജത്തോടുകൂടി നാളുകളിൽ നിങ്ങളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധമായ പിന്തുണയും സഹകരണവും കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്ന് ഈ സ്കൂളിലെ യൂണിറ്റ് കമ്മിറ്റിക്ക് ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ ഹൃദയാഭിവാദ്യങ്ങളും രേഖപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് KSU. വിദ്യാർത്ഥികളുടെ അവരുടെ അവകാശ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ രൂപം കൊള്ളുന്നത്. അതിനുശേഷം കേരളത്തിൽ ഒരാണ സമരം ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ ആയിരക്കണക്കിന് അവകാശ പോരാട്ടങ്ങൾക്ക് തെരുവിൽ ജീവനും രക്തവും നൽകി പടുത്തുയർത്തി ഈ പ്രസ്ഥാനത്തെ ഇനി കടക്കലിലെ SFI അല്ല, കടക്കലിലെ ഏതെങ്കിലും CPMന്റെ നേതാക്കന്മാരോ ഈ ക്യാമ്പസിനകത്തുള്ള അധ്യാപകരോ ആണ് അതിന് മാർഗതടസ്സം നിൽക്കുന്നത് എങ്കിൽ ഒരൊറ്റ കാര്യം പറയുന്നു, ഇവിടുത്തെ ലോക്കലായിട്ടുള്ള പ്രാദേശിക നേതാക്കന്മാരുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ക്യാമ്പസിനകത്ത് അല്ലെങ്കിൽ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട ഏത് രീതിക്കാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. കേരളം ഇവിടെ ചിങ്ങേലി മാത്രമല്ല, കൊല്ലം ജില്ല മാത്രമല്ല, കാസർഗോഡ് വരെ ഭരിക്കുന്നത് കേരളം ഭരിക്കുന്ന UDF സർക്കാരാണെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ഇറങ്ങി വന്ന ഈ മുഴുവൻ KSUവിന്റെ പ്രവർത്തകർക്കും എല്ലാവിധ വിജയാശംസ നേർന്നുകൊണ്ട് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു നിർത്തുന്നു. നന്ദി. ജയ് KSU. കടക്കൽ യൂണിറ്റ് കമ്മിറ്റിയുടെ യൂണിറ്റ് പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെയും ഇന്നിപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കുന്നതാണ്. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് KSUവിന്റെ കൊല്ലം ജില്ലാ അധ്യക്ഷൻ അൻവർ സുൽഫിക്കർ ഏറെ പ്രിയപ്പെട്ടവരെ, ആലപ്പുഴയുടെ തീരത്ത് അണ്ടടി വയലാർ ഉമ്മൻചാണ്ടി, അണ്ടടി വയലാർ ഉമ്മൻചാണ്ടി അടുത്തുയർത്തിയ പ്രസ്ഥാനം KSU സിന്ദാബാദ്. പൊന്നൊടി ഉയരട്ടെ, ഉയർന്നു പറക്കുമ്പോൾ ആവേശത്താൽ ആമോദത്താൽ ആഹ്ലാദത്താൽ ഞങ്ങൾ ഉറക്കെ വിളിക്കുന്നേ KSU സിന്ദാബാദ്. അക്കിത്തായി ഷേനായി ദേവര മുരളി ശാന്താറാം ചാലക്കുടിയുടെ ഫ്രാൻസിസ് വിപ്ലവ ഭൂമി കണ്ണൂരിൽ ഇടഞ്ഞു വീണ് മരിച്ചപ്പോഴും KSU എന്ന് വിളിച്ച അജിത്ലാലെ പോരാളി നിങ്ങൾക്കായൊരു ശബ്ദമിതാ KSU സിന്ദാബാദ്. KSUവിന്റെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയതിലും വളരെ നന്ദിയുണ്ട്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.